സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കിയ പൗരത്വ ഭേദഗതിക്ക് സ്റ്റേ അനുവദിക്കാൻ വിസമ്മതിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി. സ്റ്റേ വേണമെന്ന അപേക്ഷകളിൽ ഏപ്രിൽ 9 വാദം കേൾക്കുമെന്നാണ് സുപ്രീം കോടതി അറിയിച്ചത്. ഹർജികളിൽ മറുപടി നൽകാൻ ഏപ്രിൽ 8 വരെ 3 ആഴ്ചത്തെ സമയവും കോടതി കേന്ദ്ര സർക്കാരിന് നൽകിയിട്ടുണ്ട്. പൗരത്വ ഭേദഗതി നിയമം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് 237 ഹർജികളാണ് സുപ്രീം കോടതിക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, ജസ്റ്റിസ് JB പർദിവാല, ജസ്റ്റിസ് മനോജ് മിശ്ര എന്നിവരാണ് കേസ് പരിഗണിച്ചത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും പ്രതിപക്ഷ നേതാക്കളായ കോൺഗ്രസിന്റെ ജയറാം രമേശും തൃണമൂലിന്റെ മഹുവ മൊയ്ത്രയുമാണ് പൗരത്വ നിയമം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത്. കേരള സർക്കാർ നേരത്തെ തന്നെ സമർപ്പിച്ച ഹർജിയും കോടതിയുടെ പരിഗണനയിലുണ്ട്. വിവേചനപരവും മുസ്ലിം സമുദായത്തിന്റെ താൽപര്യങ്ങൾക്ക് വിരുദ്ധവുമാണെന്ന് ആരോപിച്ച് CAA നടപ്പാക്കുന്നത് താൽക്കാലികമായി നിർത്തണമെന്നാണ് ഹർജിക്കാരുടെ പ്രധാന ആവശ്യം. ഇതിന്റെ വെല്ലുവിളികൾ പഠിക്കാൻ കൂടുതൽ സമയം വേണമെന്ന സർക്കാരിന്റെ അഭ്യർത്ഥനയെ എതിർക്കില്ലെന്നും ഹർജിക്കാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ നിയമം നടപ്പാക്കുന്നത് സ്റ്റേ ചെയ്യാൻ ഉത്തരവിടണമെന്നായിരുന്നു ആവശ്യം. പൗരത്വ നിയമം നടപ്പാക്കില്ല എന്ന് കേരളവും തമിഴ്നാടും പശ്ചിമ ബംഗാളും നിലപാടെടുത്തിട്ടുണ്ട്. അതേസമയം CAA ഭരണഘടനാ വിരുദ്ധമല്ല എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള മുസ്ലിം ഇതര കുടിയേറ്റക്കാർക്ക് മതപരമായ പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പൗരത്വം നേടാൻ സഹായിക്കുന്നതാണ് പ്രസ്തുത നിയമം. ഈ 3 രാജ്യങ്ങളിൽ നിന്നുള്ള ഹിന്ദു, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമുദായങ്ങളിൽ നിന്നുള്ള ആളുകൾ 2014 ഡിസംബർ 31 അതിനു മുൻപോ രാജ്യത്ത് പ്രവേശിച്ചവരാണെങ്കിൽ പൗരത്വത്തിന് യോഗ്യരായിരിക്കും. എന്നാൽ പട്ടികയിൽ നിന്ന് മുസ്ലിങ്ങളെ ഒഴിവാക്കിയത് വിവേചനപരവും ഭരണഘടനാ വിരുദ്ധവുമാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. പാർലമെന്റ് നിയമം പാസാക്കി 4 വർഷം കഴിഞ്ഞിട്ടും പൊതു തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾക്ക് മുൻപാണ് ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തത്. ഇത് തെരഞ്ഞെടുപ്പ് ധ്രുവീകരിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. എന്നാൽ ഈ ആരോപണങ്ങൾ സർക്കാർ തള്ളിക്കളഞ്ഞു. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നുവെന്ന നിർണായക പ്രഖ്യാപനം കേന്ദ്ര സർക്കാർ നടത്തിയത്. ഇത് നിയമമായതിന് പിന്നാലെ നിരവധി കോണുകളിൽ നിന്നാണ് ചോദ്യങ്ങൾ ഉയർന്നത്. പ്രധാനമായും മുസ്ലിം കുടിയേറ്റക്കാരുടെ മേൽ എന്തൊക്കെ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തുക എന്നറിയാനാണ് കൂടുതൽ പേർ താല്പര്യപ്പെടുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ കേന്ദ്രം പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു. CAA ഇന്ത്യൻ മുസ്ലിങ്ങളുടെ സ്വാതന്ത്ര്യവും അവസരവും വെട്ടിക്കുറയ്ക്കുകയില്ലെന്നാണ് കേന്ദ്ര സർക്കാർ ആവർത്തിച്ചു പറഞ്ഞത്. പൗരത്വ നിയമത്തിലെ സെക്ഷൻ 6 പ്രകാരം ലോകത്തെവിടെയുമുള്ള മുസ്ലിങ്ങൾക്കും ഇന്ത്യൻ പൗരത്വം നേടാമെന്നതാണ് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചത്. CAA നടപ്പാക്കാനുള്ള തീരുമാനത്തിനെതിരെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. എന്നാൽ സർക്കാർ ഇതിനെയെല്ലാം നിഷ്കരുണം തള്ളുകയും ചെയ്തിരുന്നു. പൗരത്വം തെളിയിക്കുന്നതിനുള്ള ഒരു രേഖയും ഹാജരാക്കാൻ ഒരു ഇന്ത്യൻ പൗരനോടും ആവശ്യപ്പെടില്ല എന്ന നിലപാടാണ് ആഭ്യന്തര മന്ത്രാലയം സ്വീകരിച്ചത്. എന്നാൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഈ മറുപടിയെ പലരും മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ തിരക്കിട്ട് ഈ നിയമം നടപ്പാക്കിയതിൽ കേന്ദ്രത്തിന് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട് എന്നാണ് അവർ കരുതുന്നത്.